ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റ് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ലേശം വെളിച്ചെണ്ണയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് തോരന് ആവശ്യത്തിന് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒരു മിക്സഡ് ചാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയുടെ അളവനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി. എരിവിന് വേണ്ട പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തോരൻ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇളക്കി യോജിപ്പിച്ച് വെച്ച് നമ്മൾ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.